ഇവിടെ ഒരു കടലക്കറി തയ്യാറാക്കുകയാണ്. നല്ല വിശേഷപ്പെട്ട ഒരു കടലക്കറിയാണ്. ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് ഒരു തക്കാളി, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ കടലക്കറി തയ്യാറാക്കുന്നതിനായിട്ട് ഈ കടല ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഈ അരിഞ്ഞെടുത്ത ഉരുളൻകിഴങ്ങും ക്യാരറ്റും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചതാണ്, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇനി ഇതിലേക്ക് ഇടുന്ന പറഞ്ഞാൽ 1 സ്പൂൺ മുളക് പൊടി, ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഇനി വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എടുക്കുന്ന കടലയുടെ സാധനത്തിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ്. നമ്മളിതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പം അടച്ച് സ്റ്റൗവിലോട്ട് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായ ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കടലക്കറി നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ച് അത് അവിടെ വെന്ത് കിടപ്പുണ്ട്. അതിന് കുക്കർ തുറക്കണം, ആവി പോയിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇഡ്ഡലി അടുപ്പത്തിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഇഡ്ഡലി അടുപ്പത്തിലേക്ക് വയ്ക്കുന്ന മാവ് ഞാൻ ഇന്നലെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഉപ്പും ഇട്ട് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായിരിക്കുകയാണ്. ആ മാവ് ഇപ്പം കോരി ഒഴിക്കാം. നമുക്ക് കടലക്കറി ഒഴിച്ച് കൂട്ടണ്ടേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് റെഡിയാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമാണ്. അതിനൊരു കുറവും വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇഡ്ഡലിയും കടലക്കറിയൊക്കെ അവിടെ അടുപ്പിലോട്ട് ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചായയും കൂടെ വെള്ളം വയ്ക്കണം. സാധാരണ ചായ ആദ്യമാണ് വെള്ളം വയ്ക്കുന്നത്. പക്ഷേ ഇന്ന് അത് ആദ്യമേ വെക്കാമെന്ന് വിചാരിച്ചു, ചാനൽ കാണിക്കുന്നുണ്ടേ. അപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഞാനിവിടെ ചായ ഇടുന്നതെന്ന് പറഞ്ഞാൽ പാലിൻ്റെ ക്ഷാമം നോക്കി ആണ് എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും ഒഴിക്കുന്നത്, പാല് എടുക്കുന്നത് ചായക്ക്. അപ്പോൾ ഞാൻ ഇവിടെ 3 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് പാലെടുക്കുകയാണ്. ഇനി ഇതിവിടെ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചായ തയ്യാറാക്കുമ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. ചിലർ ഏലക്ക ഇട്ട് ചായ തയ്യാറാക്കുന്നവരുണ്ട്, ചിലർ ഇഞ്ചി ഇട്ട് ചായ തയ്യാറാക്കുന്നവരുണ്ട്, പിന്നെ പട്ടയൊക്കെ ഇട്ട് മസാല ചായ എന്ന് പറഞ്ഞിട്ട് ചായ തയ്യാറാക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ഗ്രാമ്പൂ ഇട്ടാണ്. ഒരു ഗ്രാമ്പൂ ഇട്ട് നിങ്ങൾ ചായ തയ്യാറാക്കി നോക്കണം. ചായയുടെ ടേസ്റ്റും മണവും ഒക്കെ ഒന്ന് വേറെയാണ്. അപ്പോൾ ഈ ഗ്രാമ്പൂ ഇടുമ്പം നമുക്ക് എത്ര ചായ ഉണ്ടെങ്കിലും ഇടണമെങ്കിലും 1 ഗ്രാമ്പൂ ഇട്ടാൽ മതി. ഇനി ഈ ഗ്രാമ്പൂ എടുത്ത് കഴുകി സൂക്ഷിച്ച് വെച്ച് പിറ്റേന്ന് വേണമെങ്കിൽ 2ആയിട്ടൊന്ന് കീറിയിട്ടാലും അതിൻ്റെ മണവും രുചിയും കിട്ടും. അപ്പോൾ ചായ തിളയ്ക്കുന്നതിൻ്റെ കൂടെ ഈ ഗ്രാമ്പൂ തിളച്ച് അത് വേവണം. ഇപ്പോഴാ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ വളരെ ഉപകാരമായിരുന്നു, ഒരു ലൈക്കൊക്കെ ഇട്ട്. അപ്പോൾ നമ്മളെ ഇഡ്ഡലി ഇവിടെ വെന്ത് കിടക്കുകയാണ്. അതിനി നമുക്ക് പാത്രത്തിലോട്ട് ആക്കാം. അപ്പോഴേ ഞാൻ ഇഡ്ഡലി ഇളക്കി ഇട്ടിട്ട് അടുത്തത് കോരി വയ്ക്കാൻ പോയ സമയത്ത് നമ്മൾ ചായ തിളച്ച് മറിഞ്ഞ് വീണു. അപ്പോൾ 1 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി കൂടെ ഇട്ട് ഇവിടെ അത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ പഞ്ചസാര ഇടാത്തവരുണ്ടെങ്കിൽ ചായ ആക്കിയിട്ട് മാറ്റിയിട്ട് വേറെ വേണമെന്നവർക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടണം. അപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും ശകലച്ച ഇടുക, അതുകൊണ്ട്
1 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇനി 1 സ്പൂൺ തേയിലയാണ് ഇടുന്നത്. സ്പൂണെന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ തേയില. നല്ല കടുപ്പം വേണമെങ്കിൽ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇടണം. അല്ലെങ്കിൽ ഇച്ചിരി കടുപ്പം കുറയണമെങ്കിൽ അത് ഇച്ചിരി കുറച്ച് ഇടാം. ഇപ്പോൾ നമ്മളെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി കടലക്കറിക്ക് കടുക് വറുക്കണം. ഇപ്പോൾ കടലക്കറിക്ക് കടുക് താളിക്കാനായിട്ട് ഞാനൊരു അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കടുക് പൊട്ടി വരെയാണ്. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ കുക്കറിലേക്ക് കടലയുടെ കൂടെ തന്നെ ഇട്ടിരുന്നു. കറിവേപ്പില ഇട്ട് അപ്പോഴേ തന്നെ സ്റ്റൗ ഓഫാക്കാം. കടലക്കറി കുക്കറിൻ്റെ വിസിൽ ഊരിയതിന് ശേഷം മാത്രമേ നമ്മൾ തുറക്കൂ. കടലക്കറി ഇതുപോലെ ഗ്രേവിയോടുകൂടി തന്നെയാണ് കിടക്കുന്നത്. 6 വിസിലാണ് ഞാൻ കേൾപ്പിച്ചത്. ഇപ്പോഴിത് നല്ലതുപോലെ ഒന്ന് അരങ്ങി ഉടയ്ക്കാം. നമ്മൾ മിക്സിയിലൊന്നും വെച്ച് കടല പൊടിച്ചെടുക്കൂല. ഇതിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് അരങ്ങി ഉടച്ചെടുക്കാം. അപ്പോൾ കടല മൊത്തം ഒന്നും അരങ്ങി ഉടക്കില്ല, കുറച്ചൊന്നും അരങ്ങി ഉടച്ച് എടുക്കും. ഇതേപോലെ നമുക്ക് ഗ്രേവി വേണം. കാപ്പി ഇഡ്ഡലി കഴിക്കാനാണ്, ദോശയ്ക്കായാലും ഗ്രേവി വേണം. പിന്നെ ചോറിനും ഉപയോഗിക്കാം, രാത്രി വരെ ഉപയോഗിക്കാം. ഇതുപോലൊരു കടലക്കറി ഉണ്ടാക്കിയാൽ അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയ ഒരു കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ കടുക് താളിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇച്ചിരി കടല കോരി ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇഡ്ഡലിയും കടലക്കറിയും ചായയും.